ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹാഫ് പെറ്റിക്കോട്ട് ഹാഫ് ഷിമ്മിയാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പോകുന്നത്. ലേഡി മാറ്റിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഹാഫ് ഷിമ്മി. ഇതിൻ്റെ തിയറി നോക്കാം നമുക്ക്. ഇതിന് വേണ്ടത് ഈ രണ്ട് അളവുകളാണ്. FL പറഞ്ഞാൽ ഫുൾ ലെങ്ത്ത്. ഒരാളുടെ ഷിമ്മിക്ക് എത്ര ലെങ്ത്ത് വേണോ ആ ലെങ്ത്ത് എടുക്കുക, അതാണ് ഫുൾ ലെങ്ത്ത്. ഇപ്പോൾ ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 16 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഇഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനൊരു രണ്ട് കോമൺ കേട്ടോ, എന്നാലാണ് അത് ഇഞ്ചാണെന്ന് അറിയുള്ളൂ. ഇങ്ങനെ ഇടണം. പിന്നെ ഫുൾ ലെങ്ത്ത് 16. ഈ കുട്ടിയുടെ ചെസ്റ്റ് റൗണ്ട് ബ്രസ്റ്റ് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ ഇതൊരു 6 വയസ്സുള്ള കുട്ടിയുടെ ഒരു 6-8 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഹാഫ് ഷിമ്മിയാണ്. അപ്പോൾ ഫുൾ ലെങ്ത്ത് 16. ഈ അളവ് വെച്ച് തന്നെ എല്ലാവർക്കും അടിക്കാൻ പറ്റില്ല. ചില പിള്ളേർ മെലിഞ്ഞിട്ടായിരിക്കും, ചില പിള്ളേർ തടിച്ചിട്ടായിരിക്കും, ചിലർ ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അളവ് വെച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടിക്കരുത്. ആ കുട്ടിയുടെ അളവ് എടുത്ത് വേണം അടിക്കാൻ. ഫുൾ ലെങ്ത്ത് 16, ബ്രസ്റ്റ് റൗണ്ട് 24. ഈ രണ്ട് അളവെടുത്ത് നമുക്ക് ഈ ഷിമ്മി അടിക്കാനുള്ള അളവ് കിട്ടി. ഇനി ഇതിൻ്റെ തിയറി നോക്കാം. 01 ഫുൾ ലെങ്ത്ത്. അത് നമുക്കറിയാമല്ലോ, എപ്പോഴും നമ്മൾ പറയാമല്ലോ, കൈക്കൊക്കെ പറയേണ്ടതാണ് ഫുൾ ലെങ്ത്ത്. ഫുൾ ലെങ്ത്ത് നമുക്ക് 16 + 2 18 ഇഞ്ചാണ് ഇവിടെ എടുക്കേണ്ടത്. പിന്നെ 02 വന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രസ്റ്റിനെ 4ആക്കി ഡിവൈഡ് ചെയ്യുക. അതിൽ കിട്ടുന്നതിന് 1 ലെസ് ചെയ്യുക. അപ്പോൾ 6 കിട്ടുക, 1 ലെസ് ചെയ്ത് 5. ആ 5 0ൽ നിന്ന് 2 എടുക്കേണ്ടത്. അത് മാർക്ക് ചെയ്യുക. പിന്നെ എടുക്കേണ്ടത് 2ൽ നിന്ന് 3. അത് നമ്മൾ 24നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 1.5 ഇഞ്ച് ഈ റൗണ്ട്. അത് സീം അലവൻസാണ് ഈ 1.5 ഇഞ്ച്, അതിവിടെ എടുക്കുക. പിന്നെ എടുക്കുന്നത് 4ൽ നിന്ന് 5. 4 സെയിമാണ്. 2ൽ നിന്ന് 3 എത്ര എടുത്തോ അത് തന്നെ 1ൽ നിന്ന് 4 എടുക്കുക. 1 4 എടുക്കേണ്ടത് ബ്രസ്റ്റിനെ 4ആയി ഡിവൈഡ് ചെയ്ത് പ്ലസ് 3 ഇഞ്ച്. ഇവിടത്തേക്കാളും 2 ഇഞ്ച് കൂടുതലാണ് ഇവിടെ, 1.5 ഇഞ്ച് കൂടുതൽ. ഇപ്പോൾ ഇവിടെ എടുത്തതിൽ നിന്ന് 1.5 ഇഞ്ച് കൂടിയിട്ടാണ് താഴേക്ക് എടുക്കേണ്ടത്. അതിന്ന് നമ്മൾ മുകളിലേക്ക് 5 എന്നുള്ള മാർക്ക് ചെയ്യണത് 4 ഇഞ്ച് വെച്ചിട്ട് മുകളിലേക്ക് 4 ഇഞ്ച് എടുത്ത് അത് മാർക്ക് ചെയ്യുക. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 അരയോ എടുക്കുക. അത് മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് 0ൽ നിന്ന് 6. 0-6 നമുക്ക് എടുക്കേണ്ടത് ഈ 2-7 എത്രയാണോ എടുത്ത് അത് തന്നെയാണ് സെയിമാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഷിമ്മിക്ക് നമുക്ക് ഷോൾഡറിൻ്റെ ആവശ്യം വരുന്നില്ല. കണ്ടോ നിങ്ങൾ, 2-7 നമ്മൾ എടുത്ത അളവാണ് 0-6 എടുക്കുന്നത്. ഷോൾഡർ അതിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ആം ഹോളിൻ്റെ കുഴിവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് 2-7. അപ്പോൾ ഈ ഷോൾഡർ എടുക്കുക, അതിൽ നിന്ന് കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആം ഹോളിൻ്റെ ലൈന് കിട്ടി. ഇനി എടുക്കേണ്ടത് 6ൽ നിന്ന് 8 1/4 ഇഞ്ച് ഒരു ചെരിവ്. ഷിമ്മിക്ക് എപ്പോഴും ഒരു ചെരിവ് കൊടുക്കണം, നല്ലതാണ്. അതെടുക്കുക. ഇനി 7ൽ നിന്ന് 9 എടുക്കേണ്ടത് 1 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി. അത് ആ പോയിൻറ്റിൽ കൂടി ജോയിൻറ്റ് വരയ്ക്കുന്നതാണ് ഫ്രണ്ട് കൈക്കുഴി. 9ൽ നിന്ന് 12ലേക്ക് 3/4 ഇഞ്ച് എടുക്കുക. അതാണ് നമ്മുടെ ബാക്ക് കൈക്കുഴി. നമ്മൾ എല്ലാ ഡ്രസ്സിലും ഫ്രണ്ട് കൈക്കുഴിയാണ് കുഴിച്ച് വിട്ടുക. പക്ഷേ ഇതായിരിക്കുന്നത് ഇത് ബാക്ക് പുറത്തേക്കും ഫ്രണ്ട് ഉള്ളിലേക്കും. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5ൽ നിന്ന് ഈ 1ൻ്റെയും 4ൻ്റെയും സെൻറ്റർ പോയിൻ്റ് കാണുക, അതിലേക്ക് ചെരിച്ചിട്ട് വരയ്ക്കുക. ഇതെന്തിനാണ് അങ്ങനെ ചെരിക്കുന്നത്? നമുക്ക് ഇവിടെ തന്നെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ മടക്കി അടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല, ഒരു ചുളുണ്ട്. അതിനാണ് നമ്മൾ ആ സ്ലോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ട് അതിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിത് അടിക്കാൻ എളുപ്പമായിരിക്കും. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്യുക. പിന്നെ കഴുത്ത് 0-10 അതെടുക്കേണ്ടത് ഇതിനെ 24നെ 12ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇതിപ്പോൾ ഷിമ്മിക്കായാണ് അത് വേണ്ട. 0-10 എത്ര എടുക്കണമെന്ന് 24നെ 12ആയിട്ട് ഹരിച്ച് ആണുള്ള പോയിൻ്റാണ് 0-10 നമ്മുടെ കഴുത്ത് അകലം. എല്ലാവരും കഴുത്ത് അകലം ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഇനി താഴേക്കുള്ള ഇറക്കം എടുക്കേണ്ടത് 0-30 നമ്മുടെ കഴുത്ത് 0-30 നമ്മൾ എടുക്കേണ്ടത് ഇതേ സെയിം തന്നെയാണ്. ഇതിനെ 12ആയി ഡിവൈഡ് ചെയ്ത് 1/2 ഇഞ്ച് കൂട്ടിയെടുത്താൽ നമ്മുടെ കഴുത്ത് ഇറക്കം കിട്ടും. അത് ഇവിടെ മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് എടുത്ത് ബാക്ക് കഴുത്ത് മാർക്ക് ചെയ്യുക. ഇത്രയും നമുക്കിനി പാറ്റേൺ കട്ട് ചെയ്യാം. നമുക്ക് പാറ്റേൺ കട്ട് ചെയ്യാം. 18 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത്. നമ്മൾ 16 ഇഞ്ചാണ് ലെങ്ത്ത്, അതെടുത്താൽ മതി. തുണി വയ്ക്കുമ്പോൾ ആ 2 ഇഞ്ച് കൂട്ടിയെടുക്കാം. പാറ്റേൺ ഇതിൽ 16 മാർക്ക് ചെയ്യുക. 0 നമുക്ക് 2 എന്നുള്ളത് കാണണം. നമ്മൾ 24നെ 4ആയി ഡിവൈഡ് ചെയ്തിട്ട് 1 ലെസ് ചെയ്യുക. അപ്പോൾ 6 4ആയി ഡിവൈഡ് ചെയ്താൽ കിട്ടുക. 1 ലെസ് ചെയ്താൽ 5.
ഇതാണ് നമ്മുടെ 0.2, ഇത് 0.1. ഇനി നമുക്ക് 2ൽ നിന്ന് 7 കാണേണ്ടത് അടുത്തുള്ളത്. അത് നമ്മൾ ബ്രസ്റ്റിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4.25 കിട്ടും പ്ലസ് 1/4. അങ്ങനെ ഈ പോയിൻ്റിൽ നിന്ന് ഇവിടേക്ക് എടുക്കുന്നതാണ്. ഇത് 7. നമുക്കിനി 2-3 കാണണം. അത് 1/4 ബ്രസ്റ്റ്. അപ്പോൾ 24നെ 4 ഡിവൈഡ് 6 പ്ലസ് 1.5 ഇഞ്ച്, 7.5 ഇഞ്ച്. 7.5 ഇഞ്ചാണ് 3. ഇത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ 2 7 എത്രയാണോ എടുത്ത് അതേ സെയിം ആണ് മുകളിൽ 0.6 എടുക്കേണ്ടത്, 5 ഇഞ്ച്. അപ്പോൾ ഇതിന് ഷോൾഡർ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, മെഷർമെൻറ്റ് ഈ അളവ് വെച്ചിട്ട് തന്നെ മുകളിൽ മാർക്ക് ചെയ്ത്. ഇനി ഇതിനൊക്കെ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് താഴെ എടുക്കേണ്ടത് 1ൽ നിന്ന് 4, 1/4 ബ്രസ്റ്റ് പ്ലസ് 3 ഇഞ്ച്. അപ്പോൾ 6 കിട്ടുക, 9, 3 ഇഞ്ച് കൂട്ടുമ്പോൾ 9. ആ 9 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇത് 4. ഇതിൽ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് എടുക്കുക. 1/2 ഇഞ്ച് എടുത്തിട്ട് അത് 5. ഇത് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് കൈക്കുഴി ഈ 7ൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി. ഇങ്ങനെയും കുഴിച്ച് കൊടുക്കുക. നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് കറക്റ്റായിട്ട് ഈ ലൈനിലോട് ചേരണം. അത് നമ്മൾ ഇങ്ങനെ എടുത്ത് പോരുത് കേട്ടോ. അപ്പോൾ ഇവിടെ അടിക്കുമ്പോൾ മിസ്റ്റേക്ക് വരും. ഇനി 9ൽ നിന്ന് 3/4 ഇഞ്ച് എടുക്കുക. അത് 12. അതാണ് നമ്മുടെ ബാക്ക് കൈക്കുഴി. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് എടുക്കുക. 6. ഇനി നമ്മുടെ കഴുത്തകലം ബ്രസ്റ്റിനെ 12ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ കഴുത്തകലം. ഷിമ്മിക്ക് 2 ഇഞ്ച്. 2 ഇഞ്ച് തന്നെ എടുത്താൽ മതി. നമ്മൾ ഈ തുണിയിൽ തന്നെയാണ് മടക്കി അടിക്കണം, അപ്പോൾ കുറച്ചും കൂടി കഴുത്ത് അകലം വരും. അതുകൊണ്ട് ഈ 2 തന്നെ എടുത്താൽ മതി. താഴേക്ക് നമ്മൾ കഴുത്ത് ഇറക്കം എടുക്കേണ്ടത് 2.5 ഇഞ്ച്. 12ആയി ഡിവൈഡ് ചെയ്തിട്ട് കിട്ടണേൽ കൂടെ 1/2 ഇഞ്ച് കൂട്ടി ഫ്രണ്ട് കൈക്കുഴി. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് അത് നമുക്ക് കൂട്ടുക കുറയ്ക്കുക, അത് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇതൊന്ന് 1/2 ഇഞ്ച് ലെസ് ചെയ്തിട്ട് ബാക്ക് കഴുത്ത്. ഇതാണ് നമ്മൾ 2 കഴുത്തും കിട്ടുന്നത്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം. ഈ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ട് വരണം. അത് നമുക്ക് ഇപ്പോൾ ചിലയിടത്ത് ഇവിടെ ചെരിച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടിക്കാൻ ഇവിടെ മടക്കി അടിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, കറക്റ്റായി കിട്ടില്ല. അതിനാണ് നമുക്ക് എളുപ്പ മാർഗത്തിൽ പറയണത് നമ്മളിതിൻ്റെ ഹാഫ് കാണാം. 4.5 കണ്ടോ. ഈ 4.5ൽ നിന്ന് നമ്മൾ കറക്റ്റായി വരച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിക്കാനും കിട്ടും, എളുപ്പമായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ പാറ്റേൺ. നമുക്കിനി ബാക്ക് സൈഡ് കട്ട് ചെയ്ത് തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്ക് സൈഡാണ് നമ്മൾ കട്ട് ചെയ്യണം. മുകളിലുള്ള കഴുത്താണ് ബാക്ക് കഴുത്ത്. നമ്മുടെ ബാക്ക് പാർട്ട് ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് തുണിയിൽ കട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഫോൾഡിങ് ഭാഗമാണ്. തുണിയെ നമ്മൾ പാറ്റേൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ അരികിൽ വെച്ചിട്ട് തുണി കറക്റ്റായി നോക്കി മാർക്ക് ചെയ്യുക, എന്നിട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുണി ലാഭിക്കാൻ പറ്റും. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ലൈനിങ് തുണിയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. നല്ല നിങ്ങളും ഈ പഴയ തുണിയിലൊക്കെ അടിച്ച് പഠിക്കുക. ഇതൊക്കെ ഇതിനൊന്നും വേണ്ടി തുണി വെറുതെ വാങ്ങി കളയരുത്.
അമ്മമാർ സാരി കോട്ടൺ സാരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കഞ്ഞി മുക്കി അയൺ ചെയ്താൽ നമുക്ക് പഠിക്കാൻ സുഖമായി കിട്ടും. ഇതൊക്കെ അങ്ങനത്തേൽ പഠിച്ചിട്ട് നമ്മൾ പാവാടയും ബ്ലൗസൊക്കെ മിഡിയൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല തുണിയിൽ അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. നല്ല തുണിയിൽ അപ്പോൾ ചെയ്താൽ മതി. ഇനി മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. ഇത് ഞാൻ ചെറിയ അളവാണ് കേട്ടോ, ഒരു തുണി വേസ്റ്റ് ആക്കണ്ടാവിട്ടിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പിള്ളേർക്ക് മകളുടെ അളവെടുത്തിട്ട് ചെയ്യുക. ബാക്ക് പാർട്ട് ഇതിപ്പോൾ എനിക്ക് കാണുമ്പോൾ കഴുത്ത് ചിലപ്പോൾ കൊള്ളില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ മടക്കി അടിച്ച് ഹുക്ക് വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ പുറത്ത് അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടും ബാക്കും ഷിമ്മി ആയതുകൊണ്ട് മുകളിൽ കയറി നിന്നാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇറക്കം കുറച്ച് ഉള്ളത് നല്ലതാണ്. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുക. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെ കഴുത്ത് കട്ട് ചെയ്ത് കളയുക. നമുക്ക് ഈ ആം ഹോളും കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട് പാർട്ടായി നമ്മളിതിൽ വെച്ച് മാർക്ക് ചെയ്യും. ഇതിൽ നമ്മളൊരു 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. നമ്മളതിൽ പാറ്റേണിൽ പറഞ്ഞു 16 എടുത്തിട്ടുള്ളൂ. ആ 2 ഇഞ്ച് നമ്മൾ ഇതിൽ കൂടുതൽ എടുക്കും. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ കട്ട് ചെയ്ത 2 പീസ്. ഇതിൻ്റെ നല്ല വശങ്ങൾ ഉള്ളിലേക്ക് വെച്ച് നമുക്ക് ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്യാം. ഈ കഴുത്ത് നമുക്ക് മടക്കി അടിക്കാം. കഴുത്ത് നമ്മൾ അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കൈക്കുഴി മടക്കി അടിക്കാം. ഫോൾഡ് ചെയ്ത് കറക്റ്റായി ഫോൾഡ് ചെയ്തിട്ട് മടക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ 2 ആം ഹോളും കഴുത്തും അടിച്ചെടുത്തു. ഇത് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാതെ അടിക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു ഫിനിഷിങ് ഇതപ്പോൾ നോക്കിയാൽ അറിയാം. ജോയിൻറ്റ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിയാലും അങ്ങനെ അടിക്കുമ്പോഴാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടാവും. 2 സൈഡും മടക്കി, അല്ലെങ്കിൽ ഇവിടെ തുമ്പ് കാണും. ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യാം. സൈഡ് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ജോയിൻറ്റ് ചെയ്യാം. താഴെ വരെ പിടിച്ച് കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക.
അതുമാതിരി ഈ സൈഡ്. ഇനി അരികു മടക്കിയെടുക്കുക. ഈ അരിക് നമ്മൾ സൈഡ് ഇവിടെ ജോയിൻ്റ് ചെയ്ത ഭാഗത്താണ് ആദ്യം മടക്കേണ്ടത്. അവിടെ മടക്കി ഒരു 1/4 ഇഞ്ചിന് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കുക. ഇതിപ്പോൾ ഈ ഷിമ്മി ഷഡ്ഡിയൊക്കെ അടിച്ച് കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് അറിയണതല്ലേ, പക്ഷേ തുടക്കക്കാർക്ക് ഇതൊക്കെ പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ വൃത്തിയായിട്ട് അടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുമ്പോൾ തുടക്കം തൊട്ട് തന്നെ പഠിക്കാനായിട്ട് കാണിക്കുന്നത്. ഇത് നമ്മുടെ പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്ത് വരും. ഇതാണ് നമ്മുടെ ഹാഫ് ഷിമ്മി. ഇത് നിങ്ങൾക്ക് കഴുത്ത് കുടുങ്ങാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഇറക്കം കൂട്ടി കട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ അതിൽ അളവ് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ 24 ഇഞ്ചുള്ള ബ്രസ്റ്റുള്ള ഒരു കുട്ടിയുടെ കഴുത്തകലം ഇത്ര മതി. ബാക്ക് മാത്രം ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഒരു ഹാഫ് ഷിമ്മി അടിക്കാൻ വേണ്ട അളവും അടിക്കേണ്ട രീതി. അപ്പോൾ ഇന്ന് ചെയ്ത ഷിമ്മി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം. നിങ്ങളിത് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. മനസ്സിലായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടുപ്പിൻ്റെ അവിടെ ഞെറി വെച്ചിട്ടുള്ള ഷിമ്മി. നമ്മൾ സാധാരണ പിള്ളേർക്ക് യൂണിഫോമിൻ്റെ ഉള്ളിൽ ഇടുന്ന ഷിമ്മിയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.